ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തൂസ് കുക്ക് ബുക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് സ്റ്റ്യൂ ആണ്. കുറേ പേര് ആവശ്യപ്പെട്ട് എന്നോട് ബീഫ് സ്റ്റ്യൂ ഒന്ന് കാണിക്കാൻ പോകുന്നു. അപ്പം എൻ്റെ രീതിയിൽ ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇറച്ചി ഒന്ന് പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ക്യാരറ്റും പൊട്ടേറ്റോ എല്ലാം ഇട്ട് സവാള എല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, കല്ലുപ്പ് കേട്ടാ, കുറച്ച് ഉപ്പും കൂടി ഇടാം. കല്ലുപ്പ് ഞാൻ പറയണത് വേറൊന്നല്ല, അതാണ് നല്ലത്. ഇറച്ചിയിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നാലും ഇതൊക്കെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വന്നല്ല, അപ്പം കുറച്ചും കൂടി വേണ്ടി വരും. അതുകൊണ്ട് അതും കൂടി ഇട്ട് ഇതെല്ലാം ഇട്ട് ഉപ്പിട്ട് നമുക്ക് മൂടി വേവിക്കാം. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്തിനും ഇത്രയും പൊട്ടേറ്റോ ഇടുന്ന, അതൊരു ട്രിക്കാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഇത്ര ഉരുളക്കിഴങ്ങ് എന്തിനാണെന്ന്, വേറൊന്നുമല്ല. നമ്മൾ ഒരിക്കലും എല്ലാവരും ഈ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ ഇട്ട് കുറുക്കി ഇടും, ഭയങ്കര വൃത്തികേടാ. അതുപോലെ തന്നെ മൈദ ഇട്ട് കലക്കും. അപ്പൊ ഇതൊക്കെ തിക്നെസ് ഉണ്ടാക്കാനാണ് അവർ ചെയ്യണത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ തന്നെ സെക്കൻഡ് പാല് കൂടി ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാണെന്ന ഉരുളക്കിഴങ്ങ് 2-3 എക്സ്ട്രാ ഇടുന്ന. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ അങ്ങോട്ട് 2-3 അങ്ങോട്ട് പൊടിക്കണം. ഇത് കണ്ട, 2 ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് പൊടിക്കണം. 2 മതി, 2-3 താനെ പൊടിഞ്ഞോളും. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞോളും. ഇപ്പൊ തന്നെ കണ്ട ഒരു തിക്നെസ് വന്ന. എന്തുകൊണ്ടാ? നമ്മൾ ഇതുപോലെ തന്നെ ഇത് ഈ 2 ഉരുളക്കിഴങ്ങൊക്കെ പൊട്ടിച്ചതിൻ്റെ ഇതാണ്. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും, അതിനാണ് അവർ വേഗം കുറുക്കണത്. അപ്പൊ അത് ചെയ്യരുത്. കോൺഫ്ലവർ ഇടരുത്, മൈദ ഇടരുത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. പിന്നെ ചിലവർ കശുവണ്ടി മുന്തിരിങ്ങ ഒന്നിടും, അതുപോലെ ഇച്ചിരി പശു നെയ്യിടും, അതൊക്കെ ഇടാം. അതൊരു ടേസ്റ്റാണ്. ഞാൻ പണ്ടൊന്നും ഈ പറഞ്ഞ കശുവണ്ടി മുന്തിരിങ്ങ ഒന്നും ഇടില്ല, പക്ഷെ ഇപ്പൊ എല്ലാവരും അതൊക്കെ ഇച്ചിരി ഇടുന്നുണ്ട്, ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് അത് ഇച്ചിരി ഇടാം. ഓക്കെ, കുറച്ച് പശു നെയ്യും കൂടി ഇട്ടേക്കാം. അധികം വേണ്ട, ഇച്ചിരി. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. അപ്പത്തേക്ക് നമുക്ക് ഇതൊക്കെ റെഡിയാക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി മൊരിച്ച്, പിന്നെ വേറൊരു സംഗതി ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു പൊടിക്കനെ 2 പിഞ്ച് പഞ്ചസാര ഇടാം. അതൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പൊ അതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പൊ ഞാൻ ഇട്ടിട്ടില്ല, ആവശ്യമുണ്ടെങ്കിൽ അങ്ങ് ഇടാം. ശരിക്കുള്ള പാല് അപ്പൊ തന്നെ ഓഫ് ചെയ്യണേനെ. പാലിട്ട ഉടനെ ഞാൻ ഓഫ് ചെയ്ത്. ഇത് പെരിഞ്ചീരകമാണ്, ഇത് ഇച്ചിരി കുരുമുളക്, ആകെ കുരുമുളക് ഇതാണ്. പിന്നെ ഫുള്ളായിട്ട് കുരുമുളക് അതിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി ഗരം മസാല, ഇത് മാത്രമേ ഉള്ളേ. ഇതിപ്പോ ഇത് ആയല്ലോ. മുരിക്കൊന്നും വേണ്ട കേട്ടാ, ജസ്റ്റ് ഇടുക, അങ്ങോട്ട് ഇടുക. കശുവണ്ടി മുന്തിരിങ്ങ അതും ഇടുക. നമ്മുടെ സ്റ്റ്യൂ റെഡി. നല്ല നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ടിട്ടാണ് ആ നെയ്യൊക്കെ നല്ലോണം പൊന്തി നിൽക്കുന്നത് കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ ഒരു ഇച്ചിരി പഞ്ചസാര ഇടാമോ, വേണ്ട, ഇത്ര മതി. ജസ്റ്റ് വെറുതെ ഒരു പേരിന്. ഇതെല്ലാം കൂടി ഒന്ന് ചേരുമ്പോഴാണ് അതിൻ്റെ രുചി വരുന്നത്. മനസ്സിലായ? ഇരിക്കും തോറും ഇനി തിക്കാവും. കാരണം ഉരുളക്കിഴങ്ങല്ലേ, ഇനിയും തിക്കാകണേ ഒരു ഉരുളക്കിഴങ്ങ് കൂടി പൊടിച്ചാൽ മതി. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ ദെൻ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് എൻ്റെ രീതിയാ. ഓക്കെ ദെൻ, അപ്പൊ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.